പൊറട്ടി ഉമ്മ ഇതാർക്കടി എടുക്കുന്ന ഭർത്താവിനും ചെറുമോനും ഭർത്താവിനും ചെറുമോനും രണ്ട് ചെറുമക്കള് നിന്റെ ചെറുമക്കളാ വാപ്പുമ്മയുടെ ചെറുമക്കൾ ഞാൻ തവിടൊന്നുമല്ലടി ഞാൻ ഇതാണ് ആദ്യത്തെ കൺമണി. ഇന്നത്തെ എന്റെ എക്സാം ഷീറ്റ് കണ്ടേ എല്ലാരും ഒരു മണിക്കൂർ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോ ചട്ടീകലത്തിന്റെ പുതിയൊരു നോമ്പുതുറ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് തറവാട്ടിൽ കുടുംബത്തോടൊപ്പം ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട്. അതിന്റെ പർച്ചേസും കുടുംബത്തിലെ തമാശകളും എല്ലാവരും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കലും കുറച്ച് നാട്ടുകാര്യങ്ങളും നോമ്പുതുറയുമാണ് ഈ വീഡിയോയിലുടനീളം. അപ്പോ ഇഷ്ടമായാൽ നിങ്ങളും കൂടെ കൂടിക്കോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമന്റും ലൈക്കും ഒക്കെ പോരട്ടെ. അമ്മത്തെ തക്കാളി ഇല്ലല്ലേ, എടുത്തോളൂ. ഞാൻ കൊലയ്ക്കാണ്. മറ്റേ വെള്ളത്തിൽ ഉണ്ടാക്കിയാൽ വെജ് മതി. എന്തിനാ ഞാൻ പറഞ്ഞു കാക്കാജി പറഞ്ഞത് എന്തായാലും മുറത്ത് വിടക്കോ. ലൈറ്റ് ഇടി, ലൈറ്റ് ഇവിടെ ലൈറ്റ് പൊറട്ടി ഉമ്മ ഉണ്ടാക്കി കൊടുക്കാം. ഇരുന്ന് കൊണ്ടുള്ള പരിപാടി എന്ത് വേണോ ഞാൻ ചെയ്യും. പൊറട്ടി ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഒരു റോള് ഒന്നാണോ? അതെ, മറ്റേ ചപ്പാത്തി ഇതില് വെച്ചാണ് പലയില്ലേ? ഇപ്പൊ പലയൊക്കെ കിട്ടുന്ന പോലെ ആയില്ലേ ഇത്? അത്ര വലുപ്പം ഉണ്ടല്ല. വലിപ്പം വേണം. 12 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 11 രൂപ നമുക്ക് തരുകയാണ്. 11 രൂപ എന്നാ? അപ്പൊ അതിനനുസരിച്ചുള്ള ഉറട്ടി വലിപ്പത്തിന് നല്ല വിളമ്പെല്ലാം നല്ലതായിരിക്കണം. നമുക്ക് 10 രൂപയല്ല, നമുക്ക് 10 തന്നോണ്ടിരുന്നത്. ഇപ്പൊ എന്നാൾക്ക് സലാം എടുത്തിട്ട് പറഞ്ഞു, മാമി ഇത്തിരി കൂടെ വലിപ്പം ഉറട്ടി ഇത്തിരി കൂടെ വലിപ്പത്തിൽ ചുട്ടടിക്കും. വിളമ്പെല്ലാം ലെവലായിരിക്കണം. വിളമ്പ് ലെവലായിരിക്കണം. വലിപ്പവും വേണം. 10 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. 11 രൂപ വെച്ച് കൊടുക്കുമെങ്കിൽ അങ്ങനെ ചുടിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ടോ ഇത് മേശപ്പുറത്ത് ഫുള്ള് പരുത്തി എടുത്തിട്ട് നമ്മള് ചോറിന് അതെടുത്ത് ഓരോ അത് ഗൾഫിന് ആദ്യമൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഉറട്ടിച്ചട്ടി ഇല്ലാത്തോണ്ടേ കിഴങ്ങ് കൊത്തിയതോ അവളെ സവാള ഉള്ളിയൊക്കെ തുളിച്ചോടി. ഉറട്ടി കൊണ്ടുവന്ന് നിരത്താറാകുമ്പം കിട്ടിയ അവളെ എവിടെ പോണു നിങ്ങള്? നിങ്ങൾക്ക് പെരുന്നാളൊന്നും ഇല്ലേ?
ഇനി ഐസിലല്ല പോകണം. ഇനി കരുനാപ്പള്ളി. വണ്ടി ഓടിച്ചു വെച്ചാ ഞാൻ ഇപ്പം വരട്ടാ. ഞാൻ ഇപ്പം വരാം. ദീപം കൂടെ എടുത്തോളെ. നീ എവിടെ പോണ്ടി? എക്സാം എത്ര ടീമാ കൊടുക്കാനുള്ള? 125. ഓ അത് ഞാൻ 5-6 പരത്തി വെച്ചിട്ട് പോയി നിസ്കരിക്കാം. അപ്പോഴത്തേക്ക് എന്തരടി? എടുത്തടി എടുത്തു. എന്തരടി? കുടുംബ വീട്ടിലെ നോമ്പോറയാണ്. മുന്തിരി ജ്യൂസിന് വേണ്ടി മുന്തിരി കഴുകി വെച്ചെടുക്കാം. ഇന്ന് കുടുംബ വീട്ടിലെ നോമ്പോറ മാത്രമല്ല കേട്ടാ, പപ്പാടെ ആണ്ടും കൂടെയാണ്. എല്ലാരും കൂടെ ഒന്ന് കൂടാൻ കഴിയും. ഗായ്സ്, ഇതിൻ്റെ അകത്ത് ഇലയൊക്കെ ഉണ്ട്. മാളത്തെ പോയി പറിച്ചോണ്ട് വന്ന സാധനമാണ് കേട്ടോ. നുള്ളി ഇടണേ. ഞാൻ ഫ്രോക്ക് സുന്ദരടി ഉച്ചി കെട്ടി പാത്തു മാത്തി താത്ത് കെട്ടി. വീഡിയോ ഒന്നും എടുക്കാൻ ഇത്ര ഒരുങ്ങണ്ടായിരുന്നു ആസ്യ. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ മുൻപും പിൻപും കാണിച്ചു തരാം കേട്ടാ. ബിഫോർ ആൻഡ് ആഫ്റ്റർ. വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോ ഓ ആസ്യ മുഖം കാണുന്നില്ല. തട്ടത്തിൻ മറയത്തെ പെണ്ണെ. എനിക്ക് വയ്യ. ഉരട്ടി പരത്തുന്നു, ഉരട്ടി ചുടുന്നു. ഉരട്ടി ചുടുകയാണ് ഗൈസ് മാളുത്ത. കല്ലിൽ കൊണ്ട് കൈ വെച്ച് കൊടുക്കരുത് കേട്ടാ. അടിയിൽ ചട്ടം കയറ്റിട്ട് മീനപ്പുറത്ത് ഉറക്കിന്ന് പോയിട്ടൊന്ന് കൈ വെച്ചുകൊണ്ട് പറിച്ചിടുന്നത്. ഇങ്ങനെ കൈ വെച്ചോണ്ട് മറിച്ചിടണം. കല്ലിൻ്റെ പുറത്ത് കൈ കൊടുക്കരുത്. അട്ടുവേനാ കൈ വെച്ച് മറിച്ചിടുക. കല്ലിൽ കൈ വരും. അല്ലെങ്കിൽ മേലക്കമ്മ കരിച്ചെന്ന് പറയുന്നു. ഇത് കൈതോട്ടത്തെ പള്ളിയിലാണല്ലേ? ബംഗ്ലാവുന്നില്ലേ ഇവിടത്തെ? ബംഗ്ലാമുന്നില് ഒരു നിലമേല് ബംഗ്ലാമുന്നിൽ ഒരു തട്ടിയാവില് 125 പുറത്തെ ഓർഡർ ഉണ്ട്. ബാക്കി ഇവിടത്തേക്കും കൂടെയാണ്. ഇവിടത്തെ വീട്ടിലത്തെ ആവശ്യത്തിനും അതിന് മുമ്പേ പറഞ്ഞു വന്നല്ല നോമ്പ് തുറയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉറട്ടിയും ബംഗ്ലാവുന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നിലമേല് ബംഗ്ലാവുന്ന് ഒരു പള്ളിയിലത്തേക്കും കൂടെ 125 ഉറട്ടി ഓർഡർ ഉണ്ടായിരുന്നു. അതും കൂടെ ഒരുമിച്ച് ചുട്ടെടുക്കുകയാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഒരു 19 ഉറട്ടി വേണ്ടി വരും. ഒരു 175 ഉറട്ടിയോളം ഇന്നിവിടെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഉറട്ടിക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ഉറട്ടിക്ക് ഈ പ്രദേശത്തുള്ളവരൊക്കെ ഉറട്ടിക്ക് ഓർഡർ ഉണ്ടെങ്കിൽ തന്നാൽ ഉണ്ടായിത്തരും. ചൂട് ഉറട്ടി തുണി നിരത്തി ഇടുവാണ് കേട്ടോ. ഈ വാഴയില നിരത്തി ഇട്ടാലും മതി. അപ്പം ചരുവം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്തരുമാ? രൂപ
ഉലുവ ചിക്കൻ കറി വെക്കാനാണേ. പട്ട ഉറക്കെ പറയും. പെരുംജീരകം. ഇതിപ്പോൾ കരിയോന്ന് തോന്നുന്നു. നമ്മൾ തീ കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടാ. ഉള്ളി പെട്ടെന്നിടൂ. സവാള പെട്ടെന്നിടുകയാണേ. ഇളക്കിക്കോ അല്ലെങ്കിൽ കരി. വലുതായിട്ട് അരിഞ്ഞിട്ടേ ഈ ചട്ടുവാണെങ്കിൽ പെട്ടെന്ന് ആക്കാൻ കേട്ടോ. സവാള ഒന്നോടെ മാമടുത്ത് പരാതി പറയും. കണ്ണരിയുന്നാല് കണ്ണരിയുന്ന ആസ്യ ഇളക്കിയാണ് കണ്ണരിയെന്നും പറഞ്ഞു ഒരാള്. തീയുള്ള ഭാഗത്ത് നിൽക്കാതെ തീ ഇല്ലാത്ത ഭാഗത്ത് നിന്ന് ഇളക്കണം. അപ്പോൾ കണ്ണരി എന്നുവെച്ചാൽ പുക പോകുന്ന ഭാഗത്ത് നിൽക്കാത്ത, പുക ഇല്ലാത്ത സ്ഥലത്ത് കറിവേപ്പില കണ്ടോ ഗൈസ്? ലൈവാണ്, ലൈവായിട്ടാണ് എടുക്കുന്നത്. എടുത്ത് കഴുകിയിട്ടിടണം കേട്ടോ. കഴുകിക്കൊണ്ടുവരാം. കറിവേപ്പിലയും കഴുകിയിട്ട് വരുന്ന വഴിയാണ് ഗൈസ്. തീ നീക്കി വെച്ചോട്. അവിടെ 17-ാം തീയതി ഇനി. ഓ എൻ്റെ അടുത്ത് പറഞ്ഞു സൈൻകുട്ടൻ. എന്ത് മാറ്റാ ആവശ്യത്തിന്? പെരുംജീരകം വറുക്കുന്ന വീഡിയോ വേണോ? എന്നും വീഡിയോ എടുത്ത ആസി എന്നും ഞാൻ ജോലിയൊന്നും ചെയ്യില്ല. പെരുംജീരകമൊക്കെ വറുക്കും. സ്റ്റാർ എല്ലാം വേണ്ട കേട്ടോ, കുറച്ച് സ്റ്റാർ. ഈ സ്റ്റാർ എവിടെ നിന്ന് വരണ? സ്റ്റാർ മരത്തിൽ, ഏലക്ക, ഗ്രാമ്പൂ. അതാണ് ചോദിച്ച ഏത് മരത്തിൽ നിന്ന്. എനിക്ക് പറഞ്ഞില്ല. ഇത് എല്ലാത്തിനും കൂടെ ഒന്ന് മസാല ആക്കി വെക്കുകയാണ് കേട്ടോ. സമോസയ്ക്ക് എടുക്കാം. എല്ലാത്തിനും സമൂസ ഉണ്ടോ? അല്ലെങ്കിൽ കട്ട്ലറ്റ്. കട്ട്ലറ്റ് ഉണ്ടാക്കാം. കട്ട്ലറ്റ് വേണോ? അമ്മ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഗഡ്ലറ്റ്. ഉരുളക്കിഴങ്ങ് അടിക്കാം. അത്രയും വേണ്ട വെള്ളം. എന്നായിരിക്കട്ടെ, വെന്ത് വെളിയിൽ പോകൂലല്ലോ. എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി അരച്ചതേ. അത് ബാക്കി കട്ട്ലറ്റിന് എടുക്കാമോ? കുറച്ചും കൂടെ ഇട്. അത്രയും ഭയങ്കര കട്ട്ലറ്റിന് ആ ബീഫറിക്കൊക്കെ എടുക്കാം. ഇളക്കാം. ആസിയ വാ ജോലി ചെയ്യാൻ. വരാൻ ജോലി ചെയ്യാൻ. കള്ളൊടിച്ചിക്കാതെ നിന്നെ ഞാൻ വിടൂല. വാ. പുകയെന്നും പറഞ്ഞ് ഗായ്സ് ഇവിടെ ഭയങ്കര പുകയെന്നും പറഞ്ഞതോ അവിടെ വന്ന് നിൽക്കുന്നത്. എന്നെ നേരത്തെ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞങ്ങ് മാറ്റി. ഓ കള്ളത്തരം ഇട്. നമ്മളെ കാണിയില്ലേ മുളക് പൊടി. ഓ കണ്ണ് പറയുന്നേട്ടാ. മുളക് പൊടി. അതുകൊണ്ട് മാമി ബുദ്ധിപൂർവ്വം കണ്ണാടി വെച്ചോണ്ട് വന്നേന്. കണ്ണൊണ്ടിടാത്തുണ്ടല്ലോ. ഈ മുളകിക്ക് ഭയങ്കര എരിയാണ്. കാശ്മീർ ചില്ലയും കൂടെ ഇടാം. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന്. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അല്ലേ ഇത്? തീ കുറയ്ക്കണോ?
കുറച്ച് വെള്ളം ഒഴിച്ച് മൂത്ത്, കാരണം അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേ. ഇനി ചിക്കൻ കൊണ്ടുവരുന്നു. ഇങ്ങോട്ട് ചിക്കനാണേ, ചിക്കൻ ഇടാം. ഉമ്മയും കൂടെ കിട്ടണേ, ചിക്കൻ കിട്ടണ്ട. ചൂടുള്ളോ അമ്മ? വെള്ളം മതി, അതിന് ചിക്കന് 100. കറി മസാലയും കൂടെ ഇട്ട് ഓഫ് ചെയ്യും. മല്ലിയിലയും കൂടെ ഇട്ട്, മല്ലിയിലയും കറി മസാലയും കൂടെ ഇട്ട് അങ്ങ് ഓഫ് ചെയ്ത്, അല്ല ഓഫ് ചെയ്തല്ല, മൂടി വെച്ചങ്ങ് വേവിക്കാം. ഓ കറി മസാല അളവൊന്നുമില്ല, ഇതൊക്കെ തന്നെ നമ്മളെ മനസ്സിൻ്റെ അളവാണ്. അല്ല അമ്മക്ക് അളവൊന്നുമില്ല, മനസ്സിൻ്റെ അളവാണ്. ഞാനും കറി വയ്ക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, എല്ലാം ഒരു കൈക്കണക്ക്. ഇല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ചേർക്കും. ഒരു ഭാഗത്ത് ഉരട്ടി പരത്തുന്നു, ഒരു ഭാഗത്ത് ഉരട്ടി ചുടുന്നു. ഉരട്ടി തണുക്കാനിടുന്നു. കണ്ട, ഇത് ഉരട്ടി ഇങ്ങനെ അടുക്കി വെക്കുകയാണ് ചൂടാറാൻ വേണ്ടി. ചുട്ട ഉടനെ അതിങ്ങനെ 20 തണുത്തതിന് ശേഷം 20 ഉരട്ടിയായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കും. തണുത്ത ഉരട്ടിയാണ് അടുക്കി വെച്ചേക്കുവാണ്. 20 എണ്ണം ആകുമ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് വയ്ക്കും. മുന്തിരി വേവിച്ചിട്ട് ജ്യൂസ് അടിക്കാനുള്ള മുന്തിരിയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടുമ്മ ഈ കാറ്റ്. അപ്പം ഒരു സൈഡിൽ കൂടെ ബീഫ് കറി വയ്ക്കാനുള്ള ഉള്ളി വരളുന്നുണ്ട്. സമോസയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്നതാണ് കട്ലറ്റിന് സമോസയ്ക്കും. അപ്പോൾ നമുക്ക് തൊലിച്ചെടുക്കാമേ. തൊലിച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. എന്ത് എളുപ്പത്തിലാണ് മാളത്തെ ഇളക്കുന്നത്. ചൂടുണ്ടോ? ചൂട് മതി. ചൂട് കാരണം വെളിയിലോട്ട് വന്നതാണ് കേട്ടോ. അകത്ത് ഭയങ്കര ചൂട്. ഇവിടെയാകുമ്പോൾ നല്ല കാറ്റുണ്ട്. വെളിയിൽ നല്ല കാറ്റും അകത്ത് ഭയങ്കര ചൂട്. നോമ്പ് അവസാനമായി വന്നപ്പോൾ ചൂട് കൂടി വരുവാണ്. നിങ്ങളെവിടെയൊക്കെ മഴയുണ്ടോ? കേരളത്തിൽ എവിടെയൊക്കെ മഴയുണ്ട്? നമ്മൾ തിരുവനന്തപുരം ജില്ലക്കാരാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ നിലമയിലെ പള്ളിക്കൽ എന്നുള്ളൊരു സ്ഥലത്താണ്. അവിടെ മടവൂരാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇതൊക്കെ ഒരു മഴയാണ് പെയ്തിട്ടുള്ളത്. നിങ്ങളവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടോ? നോമ്പ് സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് ഉണ്ടാക്കാമല്ലേ അമ്മ? വെളി വെച്ച് ഉണ്ടാക്കാമ സമോസ. കാരണേ ഇവിടെ നല്ല ചൂട് തണുപ്പുണ്ട്. വെക്കാൻ എളുപ്പമുണ്ട്. സമോസയ്ക്ക് ഉള്ളി അരികയാണ്. സാറ വാ. സ്കൂളില്ലായിരുന്നോ സാറ? പോയില്ലേ? എപ്പം വന്നടി? മിച്ചു താഴെ വയ്ക്കുന്നു. ഇല്ല, മിച്ചു ഇവിടെ ഇല്ല. സെഹ്റ നോമ്പുറിക്കാൻ വന്നേണാ? സാറാരെ ഫ്രണ്ട് വന്നില്ല, മിച്ചു.
മിച്ചുവിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ ഇപ്പൊ കയറി വരും. കൊച്ചുമ്മ വന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചുമ്മ കൊണ്ടുവന്ന ഉണ്ടാക്കി കൊണ്ടുവന്ന ഉന്നക്കായ അതിനി എണ്ണയിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. കട്ട്ലറ്റും സമൂസയും ഉണ്ടാക്കാനാണ് കേട്ടോ. നീ എത്ര നോമ്പ് പിടിച്ചടാ? അവളെ ഒന്ന് കാണിക്കും. എത്ര നോമ്പ് പിടിച്ച്? 8 നോമ്പാ? എല്ലാരും നോമ്പ് മുറിച്ചിട്ടാണോ പിടിക്കുന്ന? അങ്ങനെയാണ്. മിച്ചു സലാത്ത് ജെല്ലിത്താണ് പിടിക്കുന്നത്. ചിക്കൻ കറി റെഡി ആവുന്നുണ്ട്. ചിക്കൻ കറി ഒരു വശത്തൂടെ റെഡി ആയിട്ടേ ഇനി സമോസയ്ക്ക് സമോസ ചെയ്യാൻ വേണ്ടി, സമോസയും കട്ലറ്റും ചെയ്യാൻ വേണ്ടി ഉള്ളി ഇതാക്കിയാണ്. പറ്റുന്നില്ലേടി? യജമാമി വിളിക്കാം. അത് ആദ്യമേ നീ ഇട്ടതാണ്, ഞാൻ ചെറുതാക്കിട്ട. എന്ത് ഉമ്മ തగ్గടിച്ചിട്ട് പോയി. ഇവിടെ എല്ലാരും ഒരുപോലെയാണ്. ഇതില് ഞാൻ മാത്രമേ പാവമായിട്ടുള്ളൂ. ഞാനാണ് ഏറ്റവും പാവം. അത് എല്ലാരും പറയുന്നുണ്ട്. കൈ പോയിരിക്കുകയാണ്. കൈ അടി എർത്തടിക്കുന്ന അതിൽ കൂടെ. പാത്രം എടുത്തോണ്ട് വരുവോ? വയറലാവും നീ. ആയടി പറ്റുന്നില്ല. കൊണ്ട് പറ്റൂ ചെയ്യൂ. അതില്ല, ലോക്കങ്ങനെ ഉണ്ട് എന്തെങ്കിലും. കണ്ടാ മസിലുള്ളത് ചെയ്താല് മേശ പോവും. ഇതിനേക്കാളും അരിയണേന് എളുപ്പം. പിന്നെ മസിലുള്ളൊരു ഒന്ന് ഇതാകുമ്പോ എളുപ്പമുണ്ട്. ആദ്യമേ ഇത് ഭയങ്കര പാട് കേട്ടാ. ആദ്യമേ അത് കട്ടിയായിട്ടല്ലേ ഇരുന്നാ കണ്ടാ. അയ്യോ ഇങ്ങനെ അല്ലല്ലോ അരിഞ്ഞോണ്ട് നിന്നാ. ഇത് കണ്ടാ, ഇതെങ്ങനെ അരിയുന്നേന്ന് കണ്ടാ. ഇതാണ് അരിയുന്ന. ഇത് ക്യാമറയില്ല. ക്യാമറ നോക്കിയപ്പോ ഇങ്ങനെ അരിയുന്നു. അല്ലാതെ വേണ്ട അങ്ങനെ ഇങ്ങനെ വേണ്ട നോക്ക്. ആരെ യൂട്യൂബിലേടി ചട്ടിയും കലവും? ഈ ഉമ്മായി വൈറലാക്കാൻ ഞാൻ. വെള്ളവും തേങ്ങയിട്ട ഇതിലോട്ട് അരിപ്പൊടി ഇടണേ. നമുക്ക് മറ്റേ കപ്പയിലേ മറ്റേ ചിക്കനൊക്കെ ഇട്ടിളക്കിയിട്ട് കപ്പ ബിരിയാണി അടി. കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന്. എന്തെങ്കിലും പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാടി. എന്തായാലും പിന്നെ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ല പാൽക്കപ്പ പോലത്തെ കപ്പയും ഓക്കെ. ഇതൊക്കെ ആഗ്രഹമുണ്ട് ആസിയ നോമ്പ് തുറക്കപ്പോ. നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ നോമ്പ് തുറക്കാറാകുമ്പോഴത്തേക്കും ഒന്നും തിന്നാൻ വേണ്ട. ഒരു ജ്യൂസ് മാത്രം മതി. പിന്നെ ഞാൻ അതാ കഴിക്കും. ബോധിനിയുടെ ഉറപ്പി, ഉമ്മയുടെ ബോധിനിയുടെ ഉറപ്പിയാണ്. എന്താ ഒന്നുമില്ല കേട്ടോ. ബോധിനിയുടെ ഉറപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയോ 5 എണ്ണത്തിന് അതിനും പോയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കാൻ കിട്ടും ഇപ്പോൾ ഓൺലൈനിൽ. അത് ചെറുതാണ്. അത് നമ്മൾ ഞാൻ കഴിഞ്ഞിട്ട് ഞാനും പറ്റിയെന്ന് കഴിഞ്ഞ നോക്കിനൊക്കെ കൈ കിട്ടിയെന്ന് ഞാൻ.
ഒന്നിച്ച് കുഴക്കത്തില്ല. ഇത് മടക്ക് കയ്യിലാക്കണ്ട, അതിലിട്ട് മടക്ക്. ആ അത് തന്നെ. ഉറട്ടി വിടാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം നമുക്കും പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവം എളുപ്പമുണ്ട്. വരുമാ കുറേ നാളായി ഇങ്ങനത്തെ ബീഫിൻ്റെ മണം അടിച്ചിട്ട്. എന്നിട്ട് ഡോ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. വെജ് കട്ട്ലറ്റിനും സമോസയ്ക്കും ചിക്കൻ കട്ട്ലറ്റിനും സമോസയ്ക്കും ഒരുമിച്ച് തന്നെ ഡോ ഉണ്ടാക്കുന്ന. ചിക്കൻ ഇടുന്നതിന് മുമ്പേ ഇട്ട് മാറ്റി, അത്രയേ ഉള്ളൂ. കട്ട്ലറ്റിനും സമോസയ്ക്കും കൂടെയാണ് കേട്ടോ ഡോ. കുറച്ച് ഇഞ്ചി വെളുത്ത് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചതും ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് 2 ബീൻസേ ഉള്ളൂ കേട്ടോ. ചോപ്പർ കയറ്റി അരിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതും ക്യാരറ്റ് ഇത് 2 ഇതിനാണ്. മൾട്ടി പർപ്പസ് ആണ് കട്ട്ലറ്റിനും. ഇത് ചിക്കൻ കട്ട്ലറ്റ് ആണോ? ഇത് ചിക്കൻ കട്ട്ലറ്റും വെജ് കട്ട്ലറ്റും ആക്കും ഞാൻ. ചിക്കൻ ഇടുന്നതിന് മുമ്പ് വെജിന് ആവശ്യമുള്ളവർക്ക് എടുക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ ചിക്കൻ ഇടത്തുള്ളൂ. അങ്ങനെ 2 കൂട്ടർക്കും കഴിക്കണ്ടേ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി ഒരുപാട് വേണ്ട. ഉരുളക്കിഴങ്ങ് അവിച്ച് വെച്ചിരിക്കുന്ന പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില. ുള്ള ഡോ ഒന്ന് മാറ്റി വയ്ക്കാം. മതിയാവും, 2 വരെ ഉള്ളു കേട്ടോ. മതിയാവും. കറിയിൽ നിന്ന് എടുത്ത ചിക്കനാണേ. ചിക്കൻ കറി വെച്ചതിൽ നിന്ന് എടുത്ത് കുറച്ച് അടിച്ച് വെച്ചേക്കുന്നതാണ്. അതും കൂടി ഈ ഒന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ വെജിറ്റബിൾസിൽ ഇട്ടില്ല കേട്ടോ. അതിൽ കുറച്ച് ഇട്ടൊന്ന് വരാം. കുറച്ച് കറി മസാലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. ഡോ തയ്യാറായിട്ടുണ്ട് കേട്ടോ. സമോസയ്ക്ക് കട്ട്ലറ്റിനുള്ള ഡോ തയ്യാറാക്കാൻ ഇത് മൈദ കലക്കിയത്, ഇത് വെജിറ്റബിൾ കട്ട്ലറ്റിന്. യൂട്യൂബിൽ 2015 തേങ്ങ തിരിയിട്ട് അങ്ങ് അയ്യത്തോട്ട് എറിയും. 2026 കഴുകി അലമാരക്കകത്ത് തുണികളിടയെ കൊണ്ടുവന്ന് അടുക്കി വെക്കും. സ്വർണ്ണം വെജ് കട്ട്ലറ്റിനുള്ളതാണേ. എന്താ ഇപ്പൊ കാണിക്കണേ? അബദ്ധം പറ്റിയാലും ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. കൊച്ചുമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഉന്നക്കായ ഇടാം. ആയിമ്മ.
സമോസ, കട്ട്ലറ്റ്, ഉന്നക്കായ, വെജിറ്റബിൾ. ആദ്യമേ കട്ട്ലറ്റ് ഇട്ടിട്ടിടേ. ആദ്യമേ കട്ട്ലറ്റ് ഇടുക. ആദ്യമേ കട്ടില്ലേ പിന്നെ ഞാൻ എക്സാം അയ്യോ ഇന്നത്തെ എന്റെ എക്സാം ഷീറ്റ് കണ്ടേ എല്ലാരും ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് ഞാൻ എഴുതുന്നത്. എന്നിട്ട് ഞാൻ അവിടെ ഡോർ അടിച്ച് പൂജ വെച്ചു. നൈജുക്കായി നോക്ക്, മാളത്തായി നോക്ക്, ജസീനത്ത, മസീദത്ത, നസീദത്ത, യാസ്തത്ത, ആസി, ഐനു, ആസിന, എല്ലാരും ഒരുപോലെ ഇരിക്കുന്നല്ലേടി. നൗഫലിക്ക, നസ്രീത്ത, എല്ലാരും വരച്ച്. അതെ ഞാൻ എല്ലാരും എക്സാം എഴുതാൻ പോയതാണ്. അവസാനം പേപ്പറിൽ എഴുതാൻ ഒന്നും ഇല്ലാത്തോണ്ട് എക്സാം എഴുതാൻ പോയ ആളാണ്. പേപ്പർ എഴുതാൻ ഒന്നും ഇല്ലാത്തോണ്ട് പടം വരച്ചു വെച്ച് ഓരോരുത്തര് ഫാമിലി മെമ്പേഴ്സിന്റെ. ഇതിനകത്തോട്ട് സമോസ, ചിക്കൻ സമോസ ഒരുപാട് വേവും അത് പെട്ടെന്ന്. എടുത്ത് തട്ടണോ? പിരുന്ന് പോണു. അതെത്ര വെജിറ്റബിൾ മതിയടേ. അവിടെ താക്കോല് കൊണ്ട് വന്നു. ഇവിടെ കണ്ടില്ല. ഞാൻ അരി വെച്ചല്ല, നിന്നെ കണ്ടതുമില്ല. ഷാനിയമ്മയാണ് കൊണ്ടുവരുന്നത്. അതാണ് ആ കഞ്ഞി കുടിച്ച. കുളിച്ചിട്ട് വന്നപ്പോ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇതാർക്കടി എടുക്കുന്ന? ഭർത്താവിനും വാപ്പുമ്മയുടെ ചെറുമോനും. താടെ ഭർത്താവിനും ചെറുമോനും. രണ്ട് ചെറുമക്കള്. നിന്റെ ചെറുമക്കളാ? വാപ്പുമ്മയുടെ ചെറുമക്കൾ. ഞാൻ തവിടൊന്നും അല്ലടി. ഞാൻ ഇതാണ് ആദ്യത്തെ കൺമണി. എന്നിട്ട് എനിക്ക് വിലയില്ല. ഓ, ഇത് 3 എണ്ണമൊന്നും വേണ്ടമ്മ, ഓരോന്നും മതി. 2 എണ്ണം മതി, 4 എണ്ണം വേണ്ട. ഇക്ക തിന്നത്തില്ല ഇത്. അത് തിന്നും. അതൊന്നും കൂടെ എടുത്തു പോയി. ആ, അതെടുത്തു പോയി. അതെടുത്ത് നവംബറിന് വന്ന് അവർ തിന്നില്ല. മധുരമുണ്ട് അതിന്. ഉമ്മയുടെ കൊച്ചൊക്കെ മതി. കേട്ടോ, തലാക്കുണ്ട്.
ഇതിന്റെ നാല് ഇതായുടെ ആദ്യം നേരത്തെ ഒന്നും കണ്ടില്ല എവിടാ ഞാൻ ഉറങ്ങി. ഇവിടെ ജോലിയായിരുന്നു. എവിടാ ഇവിടെ എന്താ ജോലി? എനിക്ക് വീഡിയോ എടുക്കണം, സാധനങ്ങൾ ഉണ്ടാക്കണം. ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വെച്ചേരാം. അവിടെ ഇരുന്നാ മതി. ഇത് അവിടെ എല്ലാം അവിടെ ഇരിക്കട്ടെ. അവിടെ നിന്ന് ഒന്ന് എടുത്തോണ്ട് പോയി. നീ അവിടെ പോയി ഇരി. ഹർഷു, അവിടെ പോയി ഇരി. വെള്ളം പച്ച ഇതില്ല. ആദ്യം എടുത്തോണ്ട് പോയി. നമുക്കൊരു പ്ലേറ്റിൽ